തൃശൂർ നഗരത്തിൽ ഇന്ന് പുലികൾ ഇറങ്ങും. രാവിലെ മുതൽ പുലിമടകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വൈകിട്ടോടെയാണ് പുലികൾ നഗരം കീഴടക്കുക. ഇത്തവണ 7 സംഘങ്ങളാണ് പുലികളിക്ക് ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം ആനന്ദ് പുത്തൂരിലേക്ക് പോകുന്നു. ആനന്ദ്, കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നാം കാണുന്ന കാഴ്ചയാണ്. പുലിമടകളിൽ പുലികളെല്ലാവരും ഇങ്ങനെ സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പുലികൾ നഗരം കീഴടക്കാനായി ഇറങ്ങേണ്ടത്. എത്രത്തോളം തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു? തീർച്ചയായും ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ നഗരം സ്വരാജ് റൗണ്ട് പുലികൾ കീഴടക്കും. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ഈ ചക്കാമുക്ക് ദേശത്തിലാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ അവസാനവട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആർട്ടിസ്റ്റുകളും പുലി വരയ്ക്കുന്നുണ്ട്. പല വിധത്തിലുള്ള പുലികളാണുള്ളത്. വരയംപുലി, കടുവ, ഫ്ലൂറസെന്റ് പുലി തുടങ്ങി നിരവധി പുള്ളി അടക്കമുള്ള പുലികളാണ്. ഇപ്പോൾ നമ്മളോട് കൂടി ചേട്ടൻ ചേരുന്നുണ്ട്. ചേട്ടൻ ഇപ്പോൾ ഏതാണ്ട് ഒരു പകുതി പണി കഴിഞ്ഞു നിൽക്കുകയാണ്. ചേട്ടാ, ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇനി നഗരത്തിൽ നിങ്ങൾ കീഴടക്കും? നഗരത്തിൽ കീഴടക്കും. നഗരത്തിൽ ഞങ്ങൾ പൊളിക്കും. വർഷമായി ഇവിടെ ഈ വേഷം? 6 വർഷത്തോളമായി. അപ്പോൾ ഇത്തവണ ട്രോഫി ചക്കാമുക്ക് കൊണ്ടുവന്നതിനാണോ? എന്നാണ് പ്രതീക്ഷ. എന്താണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു അനുഭവങ്ങൾ ഫീൽ ചെയ്യുന്നത്? അതായത് ഇതിങ്ങനെ തുടർന്ന് കൊണ്ട് ഈ 6 വർഷം കൊണ്ടുപോകാൻ എന്താണ് കാരണം? അതൊരു എൻജോയ്, ഒരു രസം, അതിന്റെ വീട്ടിലാണ് ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മളോട് കൂടെ ഈ ചക്കാമുക്ക് ദേശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കുട്ടിപ്പുലിയാണ്. 2 കുട്ടിപ്പുലികളുണ്ട്. കാണുന്ന പോലെ തന്നെ 2 വടിയൊക്കെ പിടിച്ചുകൊണ്ട് ഈ ദേഹത്ത് തേച്ച ഈ ചായം ഉണങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കുട്ടിപ്പുലി. നമുക്ക് കുട്ടിപ്പുലിയോട് ചോദിക്കാം. എന്താ പേര് മോനെ? വൈഷ്ണവ്. വൈഷ്ണവ് എത്രയല്ല പഠിക്കണേ? 4. ആദ്യമായിട്ടാണോ വേഷം കിട്ടുന്നത്? അല്ല. എത്രാമത്തെ തവണയാ? രണ്ടാമത്തെ തവണ അല്ലേ? കഴിഞ്ഞ തവണ വേഷം കിട്ടിയപ്പോ എന്താ തോന്നിയത്? എന്താ തവണ വേഷം കിട്ടാൻ കാരണം? പറഞ്ഞോ. സന്തോഷാണോ? ആഗ്രഹമാണോ? ഓക്കെ, എന്തായാലും കുട്ടിപ്പുലിയുടെ അച്ഛനോട് നമുക്ക് ചോദിക്കാം. ഈ 2ാമത്തെ തവണയാണ് മകൻ ഈ വേഷം കിട്ടുന്നത്. അപ്പൊ എന്താണ് അങ്ങനെ മകനെ കൊണ്ട്? ഫസ്റ്റില് വന്ന സമയത്ത് ആളെ പുലി സമയമെല്ലാം കണ്ടപ്പോൾ എന്നോട് പറയും എനിക്ക് പുലി ആവണമെന്ന് അറിയാം. അപ്പൊ ഞാൻ പറയും ഇത്രയും ടൈം നിൽക്കേണ്ടി വരും, പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള നടന്ന് അതൊന്നും കുഴപ്പമില്ല, ഞാൻ ആയിക്കോളാം എന്നുള്ള ആൾക്കൊരു ഭയങ്കര ആഗ്രഹം. അപ്പൊ കഴിഞ്ഞ വർഷമാക്കി. ഈ വർഷം, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം, കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ, ഇപ്പൊ ഈ വർഷമാണെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ വർഷമാണ് ആഗ്രഹിക്കുന്ന കാലത്തോളം പുലി വേഷം. അതെ, ഏത് ശ്രീകൃഷ്ണ ജയന്തിക്കായാലും പുലി ആയാലും എന്താണ് ആവശ്യം അതിന് നമ്മൾ ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും. അതായത് അതാണ് ഈ തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പുലികൾക്ക് പ്രായഭേദമന്യേയുള്ള പുലികളാണ്. കുട്ടിപ്പുലികളുണ്ട്, പെൺപുലികളുണ്ട്, വയസ്സായ ആളുകൾ പുലിവേഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ തലത്തിൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു തന്നെയാണ് നമ്മളോട് ഇപ്പൊ ചേരുന്നത്. ഒരു പുലി, സാധാരണ നമ്മൾ വയറുള്ള പുലികളാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഒരു 6 പാക്ക് പുലിയുണ്ട്. പുലി അങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് നാണം കൊണ്ട്. എന്തായാലും അടുത്ത ഒരു കുട്ടിപ്പുലി നമ്മളോട് ചേരുന്നുണ്ട്. എന്താ പേര് മോനെ? രാമേശ്വർ. എത്രയാണ് പഠിക്കണേ? 5. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് കിട്ടുന്നത് അല്ലേ? ആവേശാണോ? ട്രോഫി കൊണ്ടുപോകും. ഓക്കെ, എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ ആവേശമാണ്. ചക്കാമുക്ക് പൊതുവെ ഈ പുലികളി കാണാൻ, അതായത് ഈ ചമയം കാണാൻ എത്തുന്ന ആളുകളുടെ ഒരു തിരക്കും പൊതുവെ ഉണ്ട്. ഈ ചക്കാമുക്കിൽ നിന്ന് ഒരു പെൺപുലിയുണ്ട്. ആ പെൺപുലിയുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏതാണ്ട് 4:30-5 മണിയോട് കൂടി തന്നെ സ്വരാജ് റൗണ്ടിൽ ഔദ്യോഗികമായി ഇതിനെ ഫ്ലാഗ് ഓഫ് ചെയ്യും. പാട്ടരാക്കൽ ദേശത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോട് കൂടെ തന്നെയായിരിക്കും ഈ ആഘോഷങ്ങൾക്ക്, അതായത് പുലികൾക്ക് ഈ സ്വരാജ് റൗണ്ടിലേക്കുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രവേശനം ഉണ്ടായിരിക്കുക. 2:30 കൂടി തന്നെ എല്ലാ വേഷങ്ങളും, അതായത് എല്ലാ സമയങ്ങളും 7 സംഘങ്ങളും ഈ പ്രദേശത്തേക്ക് എത്തും. എന്തായാലും ഇപ്പോൾ നമ്മളോട് കൂടെ ചേരുന്നത് ഒരു പെൺപുലിയാണ്. നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിക്കാം. എന്താ പേരെന്താ? പ്രിയ എന്നാണ് പേര്. ആദ്യമായിട്ടാണ് പുലി കളിക്കാൻ ഇറങ്ങുന്നത്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇവിടെയൊക്കെ. ആദ്യമായിട്ട് പുലിയാവുന്നതിന്റെ ഒരു ആവേശത്തിലാണ്. എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും? ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടഡാണ്. ഏത് പുലിയാണ് ഈ വേഷം? ഇത് പുള്ളിപ്പുലിയാണ്. അപ്പൊ ഇന്ന് വൈകിട്ട് തകർക്കാനാണ് വരുന്നത്. ട്രോഫി കൊണ്ടേ പോകില്ലേ എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു പെൺപുലിയെ കണ്ടിരുന്നു. സീതാറാം മില്ലിൽ നിന്നായിരുന്നു. ഇവിടെ ചക്കാമുക്കിലും ഇത്തരത്തിൽ ചക്കാമുക്ക് ഒളിപ്പിച്ചൊരു പ്രത്യേകത ഈ പറയുന്ന പോലെ ഒരു പെൺപുലിയും 2 കുട്ടിപ്പുലികളുമാണ്. 3 വിഭാഗങ്ങളാണ് പ്രധാനമായും ഇത്തരത്തിൽ ട്രോഫികൾ നൽകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുലികൾക്ക് ഒരു വേഷം, പുലി വണ്ടിക്ക്, അതുപോലെ തന്നെ ടാബ്ലോ നിശ്ചല ദൃശ്യങ്ങൾക്ക്. എന്തായാലും ഈ 8 അടി നീളമുള്ള ഈ
ട്രോഫി ഏത് സംഘമായിരിക്കും കൈക്കലാക്കുക എന്നുള്ള ഒരു കാഴ്ചയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി വെക്കുന്നത്. 5 മണിയോട് കൂടി തന്നെ തൃശ്ശൂർ നഗരം പുലികൾ കീഴടക്കും. എന്തായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആനന്ദ് അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ വലിയ ആവേശം തന്നെയാണ്. മെയ്യെഴുത്തൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു പലർക്കും. ഇനി തുടർ നടപടികൾ എന്ന് പറയുന്നത് ഈ ദേശക്കാരെല്ലാം ഒരുമിച്ച് ആണോ നഗരത്തിലേക്ക് വരിക, അതോ പല ദേശങ്ങൾ പല ഘട്ടങ്ങളിലായി പല ഗ്രൂപ്പുകളായി തിരിഞ്ഞാണോ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുക? അതായത് ഒരുമിച്ചായിരിക്കില്ല ഒരിക്കലും, പല വഴികളിലൂടെ ആയിരിക്കും ഈ ദേശങ്ങൾ ഓരോ ദേശങ്ങളായി ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ഒരുപക്ഷെ 2 മണിയോട് കൂടി തന്നെ ഓരോ ദേശങ്ങളായി സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരും. പുലികൾ ഒരു വഴിക്ക്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടാബ്ലോകൾ മറ്റു വഴിക്ക്, കുട്ട ഒഴുക്കി ആ തലത്തിലേക്കായിരിക്കും സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരുക. അവിടെ നിന്നായിരിക്കും ഇതെല്ലാം സംയോജിച്ചുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുള്ള ഈ പുലിക്കളി ആരംഭിക്കുന്നത്. 5 മണിയോട് കൂടി തന്നെ പാട്ടരായ്ക്കൽ ദേശത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഈ സ്വരാജ് റൗണ്ടിൽ നിന്ന് പുലിക്കളി ആരംഭിക്കും. തുടർന്ന് ഏതാണ്ട് 3 തൊട്ട് 4 മണിക്കൂർ വരെ നിരന്തരമായിട്ടുള്ള പുലിവേഷം. പുലികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുലികൾ നഗരം കീഴടക്കുന്ന കാഴ്ച അതിനുശേഷമായിരിക്കും. എന്തായാലും എല്ലാവരും വളരെ ആവേശത്തിലാണ്. തൃശ്ശൂരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഓണത്തിന്റെ ഒരു സമാപനമാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത്. ഈ വയനാടിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിൽ പുലിക്കളി ചില ആശങ്കകൾ നിലനിന്നെങ്കിൽ കൂടി പക്ഷേ അത്തരത്തിലുള്ള എല്ലാ ആശങ്കകളെയും വിട്ടുമാറിക്കൊണ്ട് തന്നെ ഇത്തവണയും പുലികളി മുടക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇത്തവണ കഴിഞ്ഞ തവണയേക്കാൾ അപേക്ഷിച്ച് 2 സംഘങ്ങൾ അധികമുണ്ട്. അതായത് 7 സംഘങ്ങളാണ് ഇത്തവണ പുലിക്കളിക്ക് തയ്യാറായി എത്തിയിരിക്കുന്നത്. മാത്രമല്ല 1ാം സമ്മാനം നേരത്തെ പറഞ്ഞ ട്രോഫി 8 അടി ഉയരമുള്ള ട്രോഫിയാണ്. കഴിഞ്ഞ വർഷവും 8 അടി ഉയരമുള്ള ട്രോഫി തന്നെയാണ് നൽകിയിരുന്നെങ്കിലും ഇത്തവണയും അത് തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാഷ് പ്രൈസുകളുമുണ്ട്. 1ാം സമ്മാനം 62,500 രൂപയാണ് 1ാം സമ്മാനം നേടുന്ന ടീമിനുള്ളത്. 2ാം സമ്മാനം 50,000 രൂപ, 3ാം സമ്മാനം 43,750 രൂപ. ഇങ്ങനെ 3 വിഭാഗങ്ങളായാണ് ക്യാഷ് പ്രൈസുകളുള്ളത്. ഇതിന് പുറമെ ഓരോ കോർപ്പറേഷന്റെ വക ഏതാണ്ട് 3 ലക്ഷം രൂപയിലധികം തുക ഓരോ ക്ലബ്ബുകൾക്കും വീതിച്ച് നൽകുന്നുണ്ട്. 25% വർധനവ് അത്തരത്തിൽ കോർപ്പറേഷൻ ഓരോ സംഘങ്ങൾക്കായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പുലികളുടെ ഒരു ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പൊതുവെ 2 തരത്തിലാണ് ചരിത്രം പറയുന്നത്. ആധികാരികം എന്നുള്ള അപ്പുറത്തേക്ക് ഈ കേട്ടുകേൾവികളാണുള്ളത്. ഏതാണ്ട് 200 വർഷത്തിലധികമായി തന്നെ പുലികളി ഈ നഗരത്തിലുണ്ട്. അതായത് തൃശ്ശൂരിന്റെ ഒരു സാംസ്കാരികയുടെ ഭാഗമായിട്ട് പുലിക്കളി ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഈ ഓണമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സാംസ്കാരിക ഒരു വന്യമായിട്ടുള്ള രൂപം നൽകുക എന്നുള്ള അടിസ്ഥാനത്തിൽ ശക്തൻ തമ്പുരാന്റെ ആ ചിന്ത, അതായത് ഒരു വന്യ സ്വഭാവം ഈ സാംസ്കാരിക ഉത്സവത്തിന്റെ അവസാനത്തിന് നൽകുക എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിൽ പുലികളി ആരംഭിച്ചത് എന്നുള്ള ഒരു ചരിത്രം പറയുന്നുണ്ട്. അതേസമയം തന്നെ ഏതാണ്ട് 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ തൃശ്ശൂരിലുണ്ടായിരുന്ന പട്ടാള ക്യാമ്പിൽ, തൃശ്ശൂരിൽ അവശേഷിച്ചിരുന്ന പട്ടാള ക്യാമ്പിൽ നിന്നാണ് ഇത്തരത്തിലൊരു ചിന്ത വന്നത്. അവരുടെ ചില വിജയാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിന്റെ ആദ്യ പ്രാരൂപം തുടങ്ങിയത് എന്നുള്ള ഒരു ചരിത്രമുണ്ട്. എന്തായാലും പുലികളി തൃശ്ശൂർക്കാരന്റെ മനസ്സിലാണ്, ഹൃദയത്തിലാണ്. തൃശ്ശൂർ പൂരം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഓരോ തൃശ്ശൂർക്കാരനും ആ പുലിക്കളിയും. എന്തുകൊണ്ട് ഈ നാട് സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് ഇത് തന്നെയാണ് ഉത്തരം. കണ്ണിനും കാതിനും എല്ലാം കുളിർമേകിക്കൊണ്ട് മനോഹരമായ മെയ് നമ്മൾ കാണുന്ന പോലെ തന്നെ ദൃശ്യചാരുതയോടെ പുലികൾ നഗരം കീഴടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതെ, തൃശ്ശൂരിൽ ആവേശമാകാൻ പുലിക്കൂട്ടങ്ങൾ ഇനി വൈകുന്നേരത്തോടുകൂടി ഇറങ്ങും. പുലിമടയിൽ തകൃതിയായി തന്നെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.